ഹലോ, വെൽക്കം ടു ജമീല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് കറിയാണ്. അതിലേക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുക്കർ ചൂടായി ഇനി നമുക്ക് വെളിച്ചെണ്ണ വരാം. ഒരു അടിപൊളി ബീഫ് കറിയാണ്. ടീ പൊറാട്ടയും ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, സ്പെഷ്യൽ. വെളിച്ചെണ്ണ പാർന്ന് വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് 1/2 ടീസ്പൂണ്. നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർക്കാം. അതിലേക്ക് ഒരു കടുകും ഉരുവി പൊട്ടി ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി കറുകാപ്പട്ട, ഏലക്ക, ഒരു 3 കറുകാപ്പട്ട, 4 ഏലക്ക, പൂവ് അതും കൂടി ചേർക്കാം. ഇനി ഒരു 4 മീഡിയം സൈസ് സവോളയും 2 പച്ചമുളകും കൂടി ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. 1 കിലോ ബീഫാണ് വാങ്ങിയത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് ഉപ്പ്, ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഒരു 3 സ്പൂണ് ബീഫ് മസാലപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി പൊടി, ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഒരു 3 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അതിലേക്ക് കഴുകി വെച്ച കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂണ് ഇഞ്ചി പേസ്റ്റ് അതും കൂടി ചേർക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചി ഇവിടെ മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇറച്ചി വെച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും എല്ലാം വാടി വന്നിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തിട്ടുണ്ട്.
നമുക്ക് ഒരു 8 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ബീഫ് ഇറക്കി വെക്കാം. ഓക്കെ, നമ്മുടെ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറാട്ട ചിക്കൻ ബീഫ് കറി. ഇനി ഇതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കാം. ഈ പൊറാട്ടയാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് പൊറാട്ട ഇതാ ഇത് ആവിയിൽ വെച്ചിനി വേവിച്ചെടുക്കാം ഒരു 10 മിനിറ്റ്. ഇനി നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മുടെ ഈ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ. ഓക്കെ.